വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളാണ് നോക്കുന്നത്. ഇനി വരാൻ പോകുന്ന LGS +2 ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ആവശ്യമായ ഒരു ചെറിയ ക്ലാസ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയുമായി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ എടുത്തിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. എന്താണ് ഉപഭൂഖണ്ഡം? ഭൂഖണ്ഡം എന്ന് നമുക്കറിയാം. ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ നിയതമായ ഒരു അതിർത്തി ഉള്ളതും എന്നാൽ ധാരാളം ജനസംഖ്യയുള്ളതും വ്യത്യസ്ത കൾച്ചർ, വ്യത്യസ്ത സംസ്കാരം ഉള്ളതുമായ ഒരു വലിയ ഭൂപ്രദേശമാണ് ഉപഭൂഖണ്ഡം. ഭൂഖണ്ഡം അതിനെക്കാട്ടിയും വലുതാണ്. ഭൂഖണ്ഡത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു നിയതമായ അതിർത്തി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഒന്ന് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇനി അടുത്ത് വരുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. അപ്പൊ രണ്ടെണ്ണമായി, ഒന്ന് ഇന്ത്യ, രണ്ട് പാകിസ്ഥാൻ. ഇനി അടുത്ത് വരുന്ന മറ്റൊരു രാജ്യമാണ് നേപ്പാൾ. നേപ്പാൾ, പിന്നെ ഭൂട്ടാൻ. നേപ്പാൾ, ഭൂട്ടാൻ. അപ്പൊ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ. ഇനി അടുത്ത് വരുന്നതാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ്, ബംഗ്ലാദേശ്. പിന്നെ നമുക്കറിയാം എന്താണ്, കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ശ്രീലങ്കയും രണ്ട് മാലിദ്വീപും. ശ്രീലങ്ക, മാലിദ്വീപ്. അപ്പൊ എത്ര രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന് നമ്മൾ പാകിസ്ഥാൻ പറഞ്ഞു, അതിന് മുകളിൽ ഏതാണ് വരുന്നത്? അഫ്ഗാനിസ്ഥാനാണ് വരുന്നത് അല്ലേ? അഫ്ഗാനിസ്ഥാൻ. എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്നില്ല? നമ്മൾ പറഞ്ഞു ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നിയതമായ ഒരു അതിർത്തി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് പാമീർ കൊടുമുടിയിൽ നിന്ന് വരുന്ന ഒരു കൊടുമുടിയാണ് ഹിന്ദുക്കുഷ് എന്ന് പറയുന്നത്. ഹിന്ദുക്കുഷ്. അപ്പൊ ഈ ഹിന്ദുക്കുഷ് മലനിരകൾക്ക് അപ്പുറത്താണ് ഏതെന്ന് പറയുന്നത്? അഫ്ഗാനിസ്ഥാൻ. ഹിന്ദുക്കുഷ് മലനിരകൾക്ക് അപ്പുറത്ത് ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എന്തിൽ ഉൾപ്പെടുന്നില്ല? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല. ഇനി മറ്റൊരു രാജ്യം നമ്മൾ വിട്ടുപോയ വേറൊരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ചൈനയില്ലേ? ചൈന. ഈ ചൈനയും എന്ത് ചെയ്യുന്നില്ല? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല. കാരണം ഇവിടെ എന്താണ്? ഹിമാലയമാണ് ഉള്ളത്. ഹിമാലയം. അപ്പൊ ഹിമാലയ സാനുക്കളുടെ അപ്പുറത്താണ് ഏതെന്ന് പറയുന്നത്? ചൈന എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ചൈനയും ഏതിൽ ഉൾപ്പെടുന്നില്ല? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല. പിന്നെ നമ്മൾ വിട്ടുപോയ മറ്റൊരു രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ്. മ്യാൻമാർ എന്തുകൊണ്ടാണ് ഉൾപ്പെടാത്തത്? കാരണം ഇവിടെ പൂർവാഞ്ചൽ എന്ന് പറയുന്ന മലനിരയുണ്ട്. ഇതിനപ്പുറത്താണ് മ്യാൻമാർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് അഫ്ഗാനിസ്ഥാൻ. അതെന്തുകൊണ്ട്? ഹിന്ദുക്കുഷ് മലനിരകൾക്ക് അപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് ചൈന, കാരണം ഹിമാലയത്തിനപ്പുറത്താണ് ചൈന സ്ഥിതി ചെയ്യുന്നത്. മൂന്നെന്ന് പറയുന്നത് മ്യാൻമാർ, അത് പൂർവാഞ്ചൽ മലനിരകൾക്ക് അപ്പുറത്താണ്. അപ്പൊ ഇത് മൂന്നും ഉൾപ്പെടാത്തതാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇങ്ങനെ 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളവും കിഴക്ക് പടിഞ്ഞാറ് നീളവുമാണ് പറയുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. എന്നാൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം, കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ആണ്. 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി 32,87,263 സ്ക്വയർ കിലോമീറ്റർ. എന്നാൽ സ്ക്വയർ മൈലിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? 12,69,214 സ്ക്വയർ മൈൽ. അപ്പൊ ഇന്ത്യയുടെ ഭൂവിസ്തൃതി സ്ക്വയർ കിലോമീറ്ററിൽ 32,87,263 സ്ക്വയർ കിലോമീറ്റർ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി സ്ക്വയർ മൈലിൽ പറയുകയാണെങ്കിൽ 12,69,214 സ്ക്വയർ മൈലാണ്. ഇനി നമുക്കറിയാം സ്ക്വയർ കിലോമീറ്ററിനെ സ്ക്വയർ മൈലാക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ കിലോമീറ്ററിനെ 2.59 കൊണ്ട് ഭാഗിച്ചാൽ മതിയാകും.
ഇനി ഇന്ത്യയുടെ ഭൂവിസ്തൃതി നമ്മൾ പറഞ്ഞു. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2.4%. ലോക ഭൂവിസ്തൃതിയുടെ 2.4% എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം പറഞ്ഞു, കിഴക്ക് പടിഞ്ഞാറ് നീളം പറഞ്ഞു. തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ, കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം നമുക്കറിയാം. ഇന്ത്യയുടെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 9 ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. അപ്പോൾ ഇന്ത്യയുടെ കടൽ തീരം എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ തുടങ്ങുകയാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയാണ് ഇന്ത്യയുടെ കടൽ തീരം വ്യാപിച്ചു കിടക്കുന്നത്. അത് എത്രയാണ്? ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 7516.6 കിലോമീറ്റർ ആണ്. 7516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ എക്സ്ട്രീം പോയിന്റ്സ് ആണ്. ഏറ്റവും വടക്ക്, ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള എക്സ്ട്രീം പോയിന്റ് ആണ് ഇന്ദിരാക്കോള്. ഇനി ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. നിക്കോബാറിലാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാ പോയിന്റ്. അപ്പോൾ ഇന്ദിരാക്കോള് എവിടെയാണ്? POKയിലാണ്, പാക് ഒക്കുപൈഡ് കാശ്മീരിലാണ്. ഇനി ഏറ്റവും തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. അത് സ്ഥിതി ചെയ്യുന്നത് അതാണ് നിക്കോബാർ, ആൻഡമാൻ നിക്കോബാറിലെ നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ത്യയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റും ഏറ്റവും വടക്കേ അറ്റത്തുള്ള എക്സ്ട്രീം പോയിന്റ് ഇന്ദിരാക്കോളുമാണ്. ഇനി അടുത്ത ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള എക്സ്ട്രീം പോയിന്റ് ആണ് കിബുത്തു. ഇതെവിടെയാണ്? ഏറ്റവും കിഴക്ക് ഭാഗത്ത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലാണ് ഏതെന്ന് പറയുന്നത് ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ എക്സ്ട്രീം പോയിന്റ് കിബുത്തു. ഇതിന് മറ്റൊന്ന് പേരും കൂടെ പറയാം, ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത് കിബുത്തു ആണ്. ട്രൈ ജംഗ്ഷൻ. ഇനി ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള എക്സ്ട്രീം പോയിന്റ് ആണ് ഗുഹാർ മോട്ടി എന്നും പറയാം. ഗുഹാർ മോട്ടി ഇതെവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്ട്രീം പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഏറ്റവും വടക്ക് ഇന്ദിരാക്കോള്, ഏറ്റവും തെക്ക് ഇന്ദിരാ പോയിന്റ്, ഏറ്റവും കിഴക്ക് ഭാഗം കിബുത്തു, ഏറ്റവും പടിഞ്ഞാറ് ഭാഗം ഗുഹാർ മോട്ടി. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം വരുന്നത് ഏതാണ്? ഗുജറാത്ത്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഗുജറാത്ത് എന്ന് പറയുന്നത്. അടുത്ത തൊട്ട് മുകളിൽ വരുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ. അടുത്ത അതിന് തൊട്ട് മുകളിൽ വരുന്ന പഞ്ചാബ്. അപ്പം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 3: ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഇനി എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ചോദിച്ചാൽ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ലഡാക്ക്. മറ്റൊന്നെന്ന് പറയുന്നത് ജമ്മു കാശ്മീർ. അപ്പോൾ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ്? ലഡാക്കും ജമ്മു കാശ്മീരും. എന്നാൽ 3 സംസ്ഥാനങ്ങൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് 3 ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. പിന്നീട് ജമ്മു കാശ്മീരും ലഡാക്കും എന്ത് ചെയ്യുന്നുണ്ട്? പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നമുക്കറിയാം, അത് ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ ആണ്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക അതിർത്തി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ലൈൻ ഓഫ് കൺട്രോൾ ആണ്. LOC ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യ പാകിസ്ഥാൻ സൈനിക അതിർത്തി മിലിറ്ററി ബോർഡർ ചോദിച്ചാൽ അത് ലൈൻ ഓഫ് കൺട്രോളും. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണെങ്കിൽ അത് ഏതാണ്? റാഡ്ക്ലിഫ് ലൈനുമാണ്. ഈ റാഡ്ക്ലിഫ് ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 3323 കിലോമീറ്റർ ആണ്. 3323 കിലോമീറ്റർ ആണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. ഇത് എവിടെ മുതൽ എവിടം വരെയാണ്? ഗുജറാത്തിലെ എവിടെ മുതൽ? റാൻ ഓഫ് കച്ച് മുതൽ ജമ്മു കാശ്മീർ വരെയാണ് എന്ന് പറയുന്നത് ഈ റാഡ്ക്ലിഫ് ലൈൻ ഉള്ളത്. ഇനി റാഡ്ക്ലിഫ് എന്ന പേര് വരാൻ കാരണം എന്താണ്? ഈ അതിർത്തി രേഖ നിർണയിച്ച വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ടാണ് റാഡ്ക്ലിഫ് എന്ന പേര് വന്നത്. അപ്പോൾ അദ്ദേഹമാണ് റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ചത്.
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതിൽ 3 പറഞ്ഞു, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണത്? രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. പിന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആരുമായിട്ട് അതിർത്തി പങ്കിടുന്നു? പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ്? ലഡാക്കും ജമ്മു കാശ്മീരും. ലഡാക്കിനെയും ജമ്മു കാശ്മീരിനെയും കേന്ദ്രഭരണ പ്രദേശമാക്കിയത് എന്നാണ്? 2019 ഒക്ടോബർ 31-നാണ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം വരുന്നത് 2019 ഒക്ടോബർ 31-നാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പറയുന്നത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അതിൽ ആദ്യം തന്നെ വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് സംസ്ഥാനം ചോദിച്ചാൽ അതിൽ വരുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശ്. ഇനി അടുത്ത് വരുന്ന സംസ്ഥാനം തൊട്ട് താഴെ തന്നെയുള്ള ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. അപ്പം എവിടെയൊക്കെയാണ് വരുന്നത്? 1 ഹിമാചൽ പ്രദേശ്, 2 ഉത്തരാഖണ്ഡ്. ഇനി അടുത്ത് വരുന്നത് ഇവിടെ സിക്കിമാണ്. സിക്കിം. സിക്കിം. പിന്നെ വരുന്നത് 7 സിസ്റ്റേഴ്സിൽ വരുന്ന അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശ്. അപ്പോൾ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 4 ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളാണ് ഏതുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇതിൽ പിന്നെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം ഏത് മാത്രമേ വരുന്നുള്ളൂ? ലഡാക്ക് മാത്രമേ വരുന്നുള്ളൂ. ലഡാക്കാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. എന്നാൽ ജമ്മു കാശ്മീർ ഇപ്പുറത്തോട്ടാണ് വരുന്നത്. അത് എന്താണ്? ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. അപ്പോൾ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ എണ്ണം 4 ആണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പിന്നെ ഏതാണ്? അരുണാചൽ പ്രദേശ്. പിന്നെ കേന്ദ്രഭരണ പ്രദേശം, ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ലഡാക്കാണ്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ അതിർത്തി രേഖ പറയുന്ന പേരെന്താണ്? മക്മോഹൻ ലൈൻ. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ, മക്മോഹൻ രേഖ. ഇത് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഇത് 890 കിലോമീറ്റർ ആണ്. 890 കിലോമീറ്റർ ആണ് മക്മോഹൻ രേഖ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ ചൈന സൈനിക അതിർത്തി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നമ്മൾ പറഞ്ഞു, അത് റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ സൈനിക അതിർത്തി പറഞ്ഞു ലൈൻ ഓഫ് കൺട്രോൾ ആണ്. ഇവിടെ പറഞ്ഞത് ഇന്ത്യ ചൈന അതിർത്തി മക്മോഹൻ ലൈൻ ആണ്. ഇന്ത്യ ചൈന സൈനിക അതിർത്തി ചോദിച്ചാൽ അത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ്. ഇപ്പം ഏതാണ്? ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കും പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അതിൽ ആദ്യം വരുന്നത് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യം വരുന്നതാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. ഒന്നാമത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാൾ. ഇനി അടുത്ത് വരുന്നത് 7 സിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ്. അതിലാദ്യം വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആസാം എന്ന് പറയുന്നത്. ആസാം. ആസാം. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് പറയുന്നത്, ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതിലാദ്യം വരുന്നത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. അതിൽ രണ്ടാമത് വരുന്നത് ആസാം ആണ്. ഇനി അടുത്ത് തൊട്ട് താഴെ വരുന്ന ആസാമിന് തൊട്ട് താഴെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? മേഘാലയ. മേഘാലയ. ആസാമിന് തൊട്ട് താഴെ വരുന്നതാണ് മേഘാലയ. ഇനി മേഘാലയയ്ക്കും തൊട്ട് താഴെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ത്രിപുര. ത്രിപുര. പിന്നെ ഏറ്റവും താഴെ വരുന്ന മിസോറാം. ഇപ്പം എത്ര സംസ്ഥാനങ്ങളുണ്ട്? 5 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന 5 സംസ്ഥാനങ്ങളാണുള്ളത്. 1 പശ്ചിമ ബംഗാൾ, 2 ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇതാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ്? 1971-ലാണ് ബംഗ്ലാദേശിന് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതിൽ ഒന്നാമത് വരുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 1 പശ്ചിമ ബംഗാൾ, 2 ആസാം, 3 മേഘാലയ, 4 ത്രിപുര, 5 മിസോറാം. അടുത്തായിട്ട് നോക്കേണ്ടത് മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ.
മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പറയുന്നത്. അതിൽ ഏത് തന്നെയാണ് വരുന്നത്? 7 സിസ്റ്റേഴ്സ് തന്നെയാണ് വരുന്നത്. 7 സിസ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പൂർവാഞ്ചൽ എന്ന് പറയുന്ന മലനിരയാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ ഭാഗത്തുള്ളത്. അതിൽ മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആദ്യത്തെ സംസ്ഥാനം വരുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. ഒന്ന് അരുണാചൽ പ്രദേശ്. തൊട്ട് താഴെ വരുന്നത് നാഗാലാൻഡ്. അടുത്ത് വരുന്നത് ഏതാണ്? മണിപ്പൂർ. അടുത്ത് താഴെ വരുന്ന മിസോറാം. അങ്ങനെ 4 സംസ്ഥാനങ്ങളാണ് ഏതുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം 4 സംസ്ഥാനങ്ങൾ മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇനി ഇന്ത്യ, ചൈന, മ്യാൻമാർ അതിർത്തി പറയുന്ന പേരാണ് ഹക്കാബോ റാസി. ഇത് മ്യാൻമാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹക്കാബോ റാസി സ്ഥിതി ചെയ്യുന്നത് അതൊരു മൗണ്ടെയിൻ കൂടിയാണ്, ഒരു മലനിര കൂടിയാണ് ഹക്കാബോ റാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ, ചൈന, മ്യാൻമാർ ബോർഡർ എന്ന് പറയുന്നത് ഹക്കാബോ റാസി ആണ്. ഇനി മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 4 അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. അപ്പോൾ നമ്മൾ കുറച്ച് രാജ്യങ്ങളും അവ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുമാണ് നോക്കിയത്. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഇന്ത്യയിലെ ഹൈക്കോടതികളൊന്ന് നോക്കാം. ഇന്ത്യയിൽ ആകെ എത്ര ഹൈക്കോടതികളാണുള്ളത്? 25 ഹൈക്കോടതികളാണുള്ളത്. ഇന്ത്യയിൽ ആകെ 25 ഹൈക്കോടതികളാണുള്ളത്. അതിൽ ഏതാണ് ഏറ്റവും വലിയ ഹൈക്കോടതി എന്ന് പറയുന്നത്? അലഹബാദ് ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി, അതായത് ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ചോദിച്ചാൽ അത് അലഹബാദ് ഹൈക്കോടതിയാണ്. ഉത്തർപ്രദേശിന്റെ ഹൈക്കോടതി ആണ് ഏതെന്ന് പറയുന്നത്? അലഹബാദ് ഹൈക്കോടതി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി എന്ന് പറയുന്നത് സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി സിക്കിമാണ്. ഏറ്റവും കുറവ് ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് സിക്കിം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആകെ 25 ഹൈക്കോടതികളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പറയുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്കറിയാം കൊച്ചി, നമ്മുടെ കേരള ഹൈക്കോടതിയാണ് പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇപ്പോൾ കേരളത്തിൽ എന്താണ് കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ അത് 15 14+1 14 ജില്ലകൾ കേരളത്തിലും, ഒന്നെന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ഒരു ജില്ലയുമാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ബോംബെ ഹൈക്കോടതി. ഈ ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ 2 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്, ഒരു കേന്ദ്രഭരണ പ്രദേശവും വരുന്നുണ്ട്. ഏതൊക്കെയാണ് 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ? ഒന്ന് മഹാരാഷ്ട്രയുടെ ഹൈക്കോടതി ബോംബെ തന്നെയാണ്, മറ്റൊന്ന് ഗോവയുടെ ഹൈക്കോടതിയും എവിടെ തന്നെയാണ്? ബോംബെ തന്നെയാണ്. അപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ മഹാരാഷ്ട്രയും ഗോവയുമാണ്. ഇനി ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന യൂണിയൻ ടെറിട്ടറി അഥവാ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഏതാണ്? ദാമൻ ആൻഡ് ദിയു ആണ്. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഇപ്പോൾ രണ്ടും എന്താണ്? ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാണ്. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? ബോംബെ ഹൈക്കോടതിയുടെ കീഴിലാണ്. ഇപ്പോൾ 2 ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഒന്ന് കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. മറ്റൊന്ന് പറഞ്ഞത് ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ദാമൻ ആൻഡ് ദിയു. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഇനി മറ്റൊരു ഹൈക്കോടതിയാണ് ചണ്ഡീഗഡ് നമുക്കറിയാം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. പഞ്ചാബിന്റെയും ഹരിയാനയുടെ ഹൈക്കോടതിയും ആയത് തന്നെയാണ് ചണ്ഡീഗഡ് തന്നെയാണ്. ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഹൈക്കോടതി എവിടെയാണ് ചോദിച്ചാൽ എവിടെ തന്നെയാണ്? ചണ്ഡീഗഡ് തന്നെയാണ്. അപ്പോൾ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ഹൈക്കോടതി ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഹൈക്കോടതിയും ഏത് തന്നെയാണ്? ചണ്ഡീഗഡ് ആണ്. പിന്നെ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അതിലൊന്ന് പറഞ്ഞു കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. രണ്ടാമത് പറഞ്ഞത് ബോംബെ ഹൈക്കോടതിയാണ്. ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. മൂന്നാമത് പറഞ്ഞത് ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഹൈക്കോടതി ഏത് തന്നെയാണ്? ചണ്ഡീഗഡ് തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിന്റെ ഹൈക്കോടതി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. പശ്ചിമ ബംഗാളിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിലാണ് ഏത് വരുന്നത്? ആൻഡമാൻ നിക്കോബാർ വരുന്നത്.
അടുത്തത് ഏതാണ് വരുന്നത്? ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഹൈക്കോടതി എവിടെയാണ്? ശ്രീനഗറാണ്. ശ്രീനഗർ. ജമ്മു കാശ്മീരിന്റെ ഹൈക്കോടതി വരുന്നത് ശ്രീനഗർ തന്നെയാണ്. ലഡാക്കിന്റെ ഹൈക്കോടതി ഏത് തന്നെയാണ്? ശ്രീനഗർ തന്നെയാണ്. ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറാണ്. ഇനി ഏതാണ് വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹിയുടെ ഹൈക്കോടതി എവിടെ തന്നെയാണ്? ഡൽഹി തന്നെയാണ്. ഇനി മറ്റൊന്നാണ് പുതുച്ചേരി. പുതുച്ചേരി തമിഴ്നാട്ടിലാണ് പുതുച്ചേരി എന്ന് പറയുന്നത്. പുതുച്ചേരിയുടെ ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെന്നൈ ഹൈക്കോടതിയാണ്. തമിഴ്നാടിന്റെ ഹൈക്കോടതിയായ ചെന്നൈ ഹൈക്കോടതിയുടെ കീഴിലാണ് ഏതെന്ന് പറയുന്നത്? പുതുച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഹൈക്കോടതികളാണ് പറഞ്ഞത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ആദ്യം പറഞ്ഞത് ഏതാണ്? കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അടുത്ത് പറഞ്ഞത് ബോംബെ ആണ്. ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. പിന്നെ പറഞ്ഞ ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡിന്റെ ഹൈക്കോടതി എവിടെ തന്നെയാണ്? ചണ്ഡീഗഡ് തന്നെയാണ്. പിന്നെ പറഞ്ഞ ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും ഹൈക്കോടതി ശ്രീനഗർ തന്നെയാണ്. പിന്നെ പുതുച്ചേരിയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. ചെന്നൈ ഹൈക്കോടതിയുടെ കീഴിലാണ് പുതുച്ചേരി. പിന്നെ ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിലാണ്. പിന്നെ ഡൽഹി എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതി തന്നെയാണ്. അപ്പോൾ നമ്മൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ ഹൈക്കോടതികളാണ് നോക്കിയത്. ഇനി ഇവിടെ നോക്കാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഗുവാഹത്തി ഹൈക്കോടതി അഥവാ ഗോഹട്ടി ഹൈക്കോടതി. ഗുവാഹത്തി ഹൈക്കോടതി അഥവാ ഗോഹട്ടി ഹൈക്കോടതി എവിടെയാണ് ഈ ഗുവാഹത്തി ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ആസാമിലാണ്. ആസാമിലാണ് ഗോഹട്ടി അഥവാ ഗുവാഹത്തി അല്ലെങ്കിൽ ഗോഹട്ടി ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഏറ്റവും കൂടുതൽ അധികാര പരിധി വരുന്ന ഹൈക്കോടതിയും ഏതാണ്? ഗോഹട്ടി ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ അധികാര പരിധി 4 സംസ്ഥാനങ്ങളുടെ അധികാര പരിധി ആർക്കാണ്? ഈ പറഞ്ഞ ഗോഹട്ടി ഹൈക്കോടതിയിലാണ്. അതിലൊന്ന് പറഞ്ഞു ആസാമിന്റെ ഹൈക്കോടതി ഗോഹട്ടി. ഇനി ഈ ഗോഹട്ടി ഹൈക്കോടതിയുടെ കീഴിൽ മറ്റ് 3 സംസ്ഥാനങ്ങൾ കൂടി വരുന്നുണ്ട്. അത് ഏതൊക്കെ നോക്കാം. ഒന്ന് ആസാം. ഇനി 2 വരുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശ്. പിന്നെ വരുന്ന ഏതാണ്? നാഗാലാൻഡ്. പിന്നെ ഏതാണ് വരുന്നത്? ഏതാണ്? മിസോറാം. അപ്പോൾ ഏതൊക്കെയാണ്? ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി ഒറ്റ ഹൈക്കോടതിയാണ് ഗോഹട്ടി ഹൈക്കോടതി. അപ്പോൾ ചോദ്യം ഇതാണ്, ഗോഹട്ടി ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 4 ആണ്. ഏതൊക്കെയാണ്? ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇവിടെ തന്നെ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ഷെഡ്യൂൾ 6. ട്രൈബൽ ഏരിയാസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ കൂടി നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഗോഹട്ടി ഹൈക്കോടതിയുടെ കീഴിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് 4 എണ്ണം. അത് ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം ആണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ്. ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആദ്യം വരുന്നത് ഏത് തന്നെയാണ്? ആസാം തന്നെയാണ്. ഒന്ന് ആസാം. ഇനി തൊട്ട് താഴെ കിടക്കുന്ന മേഘാലയ. ആസാം, മേഘാലയ. പിന്നെ വരുന്ന ഏതാണ്? ഒന്ന് ത്രിപുര. ആസാം, മേഘാലയ, ത്രിപുര. പിന്നെ വരുന്ന ഒന്ന് ഏതാണ്? മിസോറാം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിങ്ങനെ 4 സ്റ്റേറ്റുകളാണ് ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്നത്. ട്രൈബൽ ഏരിയാസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 6. ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ ഷെഡ്യൂളുകളുടെ എണ്ണം 12 ആണ്. ആ 12 ഷെഡ്യൂളുകളിൽ 6ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ്. ആ ട്രൈബൽ ഏരിയാസ് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് പറഞ്ഞത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തീരപ്രദേശമാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ തീരപ്രദേശം നമുക്കറിയാം. ഇന്ത്യയുടെ തീരപ്രദേശം നേരത്തെ പറഞ്ഞു. ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ഡെൽറ്റ വരെയാണ് ഇന്ത്യയുടെ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം പറഞ്ഞു 7516.6 കിലോമീറ്റർ ആണെന്നും പറഞ്ഞു. പ്രധാനമായിട്ടും ഇന്ത്യക്ക് പ്രധാനമായി 2 തീരസമതലങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കിഴക്കൻ തീരസമതലവും 2 ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലം. ഒന്ന് കിഴക്കൻ തീരസമതലം, 2 പടിഞ്ഞാറൻ തീരസമതലം. അതിലാദ്യം നമ്മൾ നോക്കുന്നത് ഏതാണ്? കിഴക്കൻ തീരസമതലം. കിഴക്കൻ തീരസമതലത്തെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് കോറമാൻഡൽ തീരം. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തെ പറയുന്നത് ഏതാണ്? കോറമാൻഡൽ തീരം. ഈ കോറമാൻഡൽ തീരം എന്ന് പറയുന്നത് ഏതിന് സമാന്തരമായിട്ടാണ് കിടക്കുന്നത്? ഒന്ന് പൂർവ്വഘട്ടത്തിന് സമാന്തരമായിട്ട് കിടക്കുന്നു. പൂർവ്വഘട്ടത്തിന് സമാന്തരമായി കിടക്കുന്ന ഇന്ത്യയുടെ തീരപ്രദേശമാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. ഈ കോറമാൻഡൽ തീരത്തിന്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്ന പേരാണ് സിർക്കാഴ്സ്.
കോറമാൻഡൽ തീരത്തിന്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്ന പേരാണ് സിർക്കാഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പൂർവ്വ തീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പൂർവ്വ തീരത്തെ എത്രയായിട്ട് തിരിക്കാമെന്ന് ചോദിച്ചാൽ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് കോറമാൻഡൽ തീരമെന്നും രണ്ട് വടക്കൻ സിർക്കാഴ്സ് എന്നും. കോറമാൻഡലിന്റെ വടക്ക് ഭാഗത്താണ് സിർക്കാഴ്സ്, അതുകൊണ്ട് വടക്കൻ സിർക്കാഴ്സ് എന്ന് പറയാം. അപ്പൊ ഇന്ത്യയുടെ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിന്റെ തീരപ്രദേശമാണ് കോറമാൻഡൽ തീരം എന്ന് പറഞ്ഞു. കോറമാൻഡലിന്റെ വടക്ക് ഭാഗമാണ് ഇതെന്ന് പറഞ്ഞത് സിർക്കാഴ്സ് എന്നും പറഞ്ഞു. പൂർവ്വഘട്ടം എന്ന് പറയുന്ന മലനിരയ്ക്ക് സമാന്തരമായിട്ട് പോകുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിഴക്ക് ഏതാണ്? പടിഞ്ഞാറൻ ഭാഗം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരപ്രദേശമാണ് ഇത് പ്രധാനമായിട്ടും കൊങ്കൺ തീരം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരപ്രദേശമാണ് കൊങ്കൺ തീരം. ഈ കൊങ്കൺ തീരം ഏത് മലനിരയ്ക്ക് സമാന്തരമായിട്ടാണ് പോകുന്നത്? പശ്ചിമഘട്ടത്തിന് സമാന്തരമായിട്ട് പോകുന്ന ഇന്ത്യയുടെ തീരപ്രദേശമാണ് കൊങ്കൺ തീരം. പശ്ചിമഘട്ടത്തിന് സമാന്തരമായി പോകുന്ന ഇന്ത്യയുടെ തീരപ്രദേശമാണ് കൊങ്കൺ തീരം എന്ന് പറയുന്നത്. ഇത് പടിഞ്ഞാറൻ തീരമാണ്. ഈ പടിഞ്ഞാറൻ തീരത്തെ പ്രധാനമായിട്ട് നമുക്ക് എത്രയായിട്ട് തിരിക്കാം? അത് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് മലബാർ തീരം. നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? മലബാർ തീരത്തിലാണ്. ഒന്ന് മലബാർ തീരം, രണ്ട് നമ്മൾ പറഞ്ഞു കൊങ്കൺ തീരം, മൂന്നാമത്തേത് ഏതാണ്? ഗുജറാത്ത് തീരം. മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. ഇതിൽ കൊങ്കൺ തീരത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അത് മലബാർ തീരം എന്നാണ്. കൊങ്കൺ തീരത്തിന്റെ തെക്ക് ഭാഗം മലബാർ തീരമാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഏത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലം. ഇനി കന്യാകുമാരി മുതൽ ഇവിടെ സുന്ദർബൻസ് ഡെൽറ്റ വരെയാണ് ഇത് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലം അല്ലെങ്കിൽ ഇന്ത്യയുടെ പൂർവ്വ തീര സമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ എന്താണ് പ്രധാനമായിട്ട് ഇന്ത്യക്ക് രണ്ട് തീരസമതലങ്ങൾ എന്ന് പറഞ്ഞു. ഒന്ന് ഏതാണ്? കോറമാൻഡൽ തീരം. കിഴക്കൻ ഭാഗം കോറമാൻഡൽ തീരവും പടിഞ്ഞാറൻ ഭാഗം ചോദിച്ചാൽ അത് ഏതാണ്? കൊങ്കൺ തീരവും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ എന്താണ്? കിഴക്കൻ തീര സമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി കുറവും, എന്നാൽ ഇന്ത്യയുടെ പൂർവ്വ തീര സമതലത്തിന് വീതി എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. ഇനി കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന ഇന്ത്യയുടെ തീരപ്രദേശം അതേതാണ്? പടിഞ്ഞാറൻ തീര സമതലമാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീര സമതലത്തിലാണ്. അതേസമയം ഡെൽറ്റകൾ കാണപ്പെടുന്നത് എവിടെയാണത്? കിഴക്കൻ തീര സമതലത്തിലാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നത് കിഴക്കൻ തീര സമതലത്തിലും പിന്നെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? പടിഞ്ഞാറൻ തീര സമതലത്തിലുമാണ്. ഇനി താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? പടിഞ്ഞാറൻ തീര സമതലം. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണം പടിഞ്ഞാറൻ തീര സമതലവും ഉയർത്തപ്പെട്ട സമതലങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ അതേതാണ്? കോറമാൻഡൽ തീരവുമാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളാണ്. ഇന്ത്യയിൽ ആകെ എത്ര മേജർ തുറമുഖങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 13 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. ഇന്ത്യക്ക് 13 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. 6 പടിഞ്ഞാറ് തീരത്ത്, 6 കിഴക്കൻ തീരത്ത്, 1 ആൻഡമാനിൽ. ഇന്ത്യക്ക് ആകെ 13 മേജർ തുറമുഖങ്ങളുണ്ട്. 6+6+1 നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടിയാണ്. അതിൽ ആദ്യം വരുന്നത് നമുക്കറിയാം കേരളമാണ്. കേരളത്തിലെ ഒരു മേജർ തുറമുഖമാണ് ഇതെന്ന് പറയുന്നത് കൊച്ചി. കേരളത്തിലെ ഒരു മേജർ തുറമുഖമാണ് കൊച്ചി. അടുത്ത് പറയുന്നത് ഏതാണ്? അടുത്ത് വരുന്നത് ഏതാണ്? കർണാടകയാണ്. കർണാടകയിലെ ഒരു മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. കർണാടകയിലെ ഒരു മേജർ തുറമുഖം ചോദിച്ചാൽ അത് ന്യൂ മാംഗ്ലൂർ ആണ്. അടുത്ത് വരുന്നത് ഏതാണ്? ഗോവയാണ്. ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു മേജർ തുറമുഖമാണ് മർമഗോവ. അടുത്തത് ഏതാണ് വരുന്നത്? മുംബൈ ആണ്. മുംബൈ പോർട്ട്. മഹാരാഷ്ട്രയിൽ പ്രധാനമായിട്ട് 2 മേജർ പോർട്ടുകളാണ് ഉള്ളത്. ഒന്ന് മുംബൈ പോർട്ടും മറ്റൊന്ന് ഏതാണ്? നവശേവ. പിന്നെ വരുന്ന ഏതാണ്? കാണ്ട്ല ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് പ്രധാനമായിട്ടും 6 മേജർ തുറമുഖങ്ങളാണുള്ളത്. അതിൽ ഒന്ന് കേരളത്തിലാണ് കൊച്ചി തുറമുഖം. അടുത്ത് വരുന്ന കർണാടകയിൽ ന്യൂ മാംഗ്ലൂർ തുറമുഖം. മൂന്നാമത്തെ ഗോവയിൽ മർമഗോവ. അടുത്തത് മഹാരാഷ്ട്രയിൽ 2 ഉണ്ട്. ഒന്ന് മുംബൈ പോർട്ടും മറ്റൊന്ന് നവശേവ. പിന്നെ ഗുജറാത്തിൽ വരുന്നത് കാണ്ട്ല. ഇനി കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത്.
ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, എന്താണത്? കൊച്ചിൻ സാഗ. കൊച്ചിൻ സാഗ എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിൻ സാഗ എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. അതേപോലെ കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി. ഈ RK ഷൺമുഖം ചെട്ടി നമ്മൾ വേറെ എവിടെയാണ് കേട്ടിട്ടുള്ളത്? വൈദ്യുതി സമരം അല്ലേ? 1936 തൃശ്ശൂരിൽ നടന്ന വൈദ്യുതി സമരം ആർക്കെതിരെയായിരുന്നു? അന്നത്തെ കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടിക്കെതിരെയായിരുന്നു. അതുകൂടാതെ RK ഷൺമുഖം ചെട്ടിയെ കുറിച്ച് മറ്റൊരു പോയിന്റ് എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? RK ഷൺമുഖം ചെട്ടി. നമ്മൾ തുറമുഖങ്ങളാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് പറയുന്നത് ഇതാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാൽ അത് മർമഗോവയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാൽ അത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മർമഗോവ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഏത്? മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ ആണ്. ഇനി പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും എവിടെ നിന്നാണ്? മുംബൈ തുറമുഖത്താണ്. അടുത്തത് ഏതാണ്? നവശേവ. നവശേവ പോർട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പോർട്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട്. നവശേവ തുറമുഖത്തിന്റെ മറ്റൊരു പേര് ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നാണ്. അതേപോലെ ഗുജറാത്തിലെ കാണ്ഡ്ല തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് ദീൻ ദയാൽ പോർട്ട്. ദീൻ ദയാൽ പോർട്ട്. നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തെ 6 തുറമുഖങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ഏക ഭാഗത്ത് നിന്ന് പോകാം. അതിൽ ആദ്യം വരുന്ന തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ളത്. എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് തൂത്തുക്കുടി. രണ്ടാമത് വരുന്നത് ചെന്നൈ. അടുത്ത് വരുന്നതാണ് എണ്ണൂർ. ഇപ്പൊ തമിഴ്നാട്ടിൽ 3 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. 1 തൂത്തുക്കുടി, 2 ചെന്നൈ, 3 എണ്ണൂർ. ഇനി അടുത്ത് വരുന്ന ഏതാണ്? തമിഴ്നാട്. അടുത്ത് വരുന്ന ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു മേജർ തുറമുഖമാണ് വിശാഖപട്ടണം. അടുത്ത് വരുന്നത് ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷയിലുള്ള ഒരു മേജർ തുറമുഖമാണ് പാരദീപ്. പിന്നെ വരുന്ന ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്തയിൽ വരുന്ന ഒന്നാണ് ഏത്? കൊൽക്കത്ത പോർട്ട് അല്ലെങ്കിൽ ഹാൽഡിയ പോർട്ട്. അല്ലെങ്കിൽ കൊൽക്കത്ത തുറമുഖം. നമ്മൾ എന്താണ്? പൂർവ്വതീരത്തെ, കിഴക്കൻ തീരത്തെ പ്രധാനപ്പെട്ട മേജർ തുറമുഖങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്ന് വരുന്ന തമിഴ്നാട്ടിൽ തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ. പിന്നെ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം, ഒഡീഷയിൽ പാരദീപ്, പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത. ഇതിൽ തൂത്തുക്കുടി എന്ന് പറയുന്നത് എന്താണ്? VO ചിദംബരം പിള്ള പോർട്ട് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ മന്നൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ള പോർട്ട് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി പോർട്ടാണ്. പിന്നെ ചെന്നൈ പോർട്ട്, പിന്നെ എണ്ണൂർ. കാമരാജ പോർട്ട് എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? എണ്ണൂർ. കാമരാജ പോർട്ട് എന്നറിയപ്പെടുന്നത് എണ്ണൂറാണ്. പിന്നെ ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം പോർട്ട് വരുന്നത്. പാരദീപ് പോർട്ട് ഒഡീഷയിലാണ്. കൊൽക്കത്തയിലാണ് ഹാൽഡിയ പോർട്ട് അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നും പറയാം. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. അപ്പൊ ഇവിടെ എത്ര എണ്ണമായി? പടിഞ്ഞാറൻ തീരസമതലത്ത് 6 മേജർ തുറമുഖങ്ങൾ, കിഴക്കൻ തീരസമതലത്തും 6. 6 12. ഇനി ഒരെണ്ണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. അവിടെ പോർട്ട് ബ്ലെയർ. ഇനി മറ്റൊരു പോയിന്റ് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ചോദിച്ചാൽ അത് എവിടെയാണ്? വിഴിഞ്ഞമാണ്. നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ എന്താണ് മേജർ തുറമുഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ചെറിയ ക്ലാസ് ആണ് എടുത്തത്. എന്താണ് ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് എല്ലാവരും കണക്കാക്കണം. താങ്ക് യു.